ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ പത്മകുമാറിനെതിരെ SITയുടെ ഗുരുതര കണ്ടെത്തലുകൾ ഉണ്ടായിട്ടും പാർട്ടി നടപടി വൈകുന്നത് രാഷ്ട്രീയായുധമാക്കാൻ UDF. പത്മകുമാറിനെതിരെ നടപടിയെടുത്താൽ കൂടുതൽ CPM നേതാക്കൾ പ്രതിരോധത്തിലാകുമെന്ന വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് UDF പ്രചാരണം സജീവമാക്കുന്നത്. അതേസമയം കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞാൽ മാത്രം നടപടിയെടുത്താൽ മതിയെന്നാണ് CPM നിലപാട്. SIT കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഇടക്കാല റിപ്പോർട്ടിലെ പരാമർശങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് പത്മകുമാറിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് CPM പത്മകുമാറിനെ സംരക്ഷിക്കാനുള്ള നീക്കം നടത്തുകയാണെന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് പ്രചാരണം ശക്തമാക്കാനുള്ള UDFന്റെ തീരുമാനം. അത്തരത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വ്യാപകമായ പ്രചാരണത്തിനാണ് UDF തയ്യാറെടുക്കുന്നത്. അതായത് പത്മകുമാറിനെതിരെ ഒരു കടുത്ത നടപടി ഉണ്ടായാൽ അത് കൂടുതൽ CPM നേതാക്കളെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറും എന്ന ഒരു പ്രതീതി നിലനിൽക്കുന്നു. അത് തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമാക്കുക എന്നൊരു ലക്ഷ്യമാണ് UDFന്റേത്. കഴിഞ്ഞ ദിവസം വയനാട്ടിൽ ചേർന്ന ലക്ഷ്യ ക്യാമ്പിൽ അടക്കം ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം വലിയ രാഷ്ട്രീയ പ്രചാരണ വിഷയമാക്കാനുള്ളൊരു തീരുമാനത്തിലേക്ക് നേതൃത്വം എത്തിയിരുന്നു. പത്മകുമാറിനെതിരെ ഇതുവരെയുള്ള കണ്ടെത്തലുകൾ ഈ ഗൂഢാലോചനയിലടക്കം നേരിട്ട് പത്മകുമാറിന്റെ പങ്കുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി പത്മകുമാറിന്റെ ആറന്മുളയിലെ വസതിയിലെത്തി ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന നടത്തിയിട്ടുണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ SITയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയതാണ്. എന്നിട്ടും എന്തുകൊണ്ട് നടപടി വൈകുന്നു എന്നതാണ് UDF നേതൃത്വത്തിന്റെ പ്രധാനപ്പെട്ട വിമർശനം. അവിടെ കഴിഞ്ഞ ദിവസം CPM ഇതിന് ജില്ലാ സെക്രട്ടറി അടക്കം അതോടൊപ്പം CPMന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർ അതിന് നൽകിയിരിക്കുന്ന മറുപടി കുറ്റക്കാരനെന്ന് തെളിഞ്ഞാൽ മുഖം നോക്കാതെയുള്ള നടപടി അദ്ദേഹത്തിനെതിരെ ഉണ്ടാകും. അതിനപ്പുറത്തേക്ക് ആരോപണം മാത്രം നിലനിൽക്കുമ്പോൾ അല്ലെങ്കിൽ അത് വസ്തുതാപരമായി തെളിയിക്കപ്പെടുന്നതിന് മുമ്പ് അങ്ങനെ ഒരു നടപടിയിലേക്ക് കടക്കേണ്ട കാര്യമില്ല. കാരണം പിന്നെ നാളെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന കാര്യങ്ങൾ അവാസ്തവമെന്ന് വന്നാൽ ഇപ്പോൾ നടപടിയെടുത്താൽ അപ്പോൾ പിന്നെ എന്ത് ചെയ്യും എന്നതാണ് നേതാക്കൾ പ്രധാനമായി ഉന്നയിക്കുന്ന കാര്യം. പക്ഷേ അതിനെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഒരുങ്ങുന്ന ഒരു വേളയിൽ മറ്റ് രാഷ്ട്രീയ കക്ഷികൾ ഒരു മുഖ്യ തെരഞ്ഞെടുപ്പ് വിഷയമാക്കി അത് ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായാൽ അതിനെ ഏത് തരത്തിൽ CPM നോക്കിക്കാണും എന്നതാണ് ഇനി അറിയാനുള്ളത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും CPM നേതാവുമായ പത്മകുമാറിന് വീണ്ടും തിരിച്ചടി. ദ്വാരപാലകപാളി കടത്തിയ കേസിൽ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളി. കൊല്ലം വിജിലൻസ് കോടതിയുടേതാണ് നടപടി. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും മുരാരി ബാബുവിന്റെയും റിമാൻഡ് കാലാവധിയും കോടതി നീട്ടി. 14 ദിവസത്തേക്കാണ് റിമാൻഡ് നീട്ടിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.